ഫോട്ടോക്കാരൻ ചേട്ടനെ കണ്ടില്ലേ? ആ ചേട്ടൻ്റെ ഒരു മാസ് വെറൈറ്റി ലുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ട് ചെയ്ത നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടനും ആ സൂപ്പർ മോഡലുമാണ് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്നത്. കാണിച്ചു തരാം. ഹലോ, തിരക്കാണല്ലേ? ഫോട്ടോ ഒക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ചേട്ടാ, മൈക്ക് പിടിച്ചോളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾക്കാര്. ഫോട്ടോഗ്രാഫർ മനുചേട്ടൻ, മനു കടക്കോടം. ഇത് എങ്ങനെ ഈ സൂപ്പർ മോഡലിനെ കിട്ടി? ഈ ഒരു ഏരിയയിലെ സൂപ്പർ മോഡലാണല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട് ഫോട്ടോഗ്രാഫി ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുവഴി പാസ് ചെയ്തപ്പോൾ, ഞാൻ എൻ്റെ സുഹൃത്തോട് പാസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ലുക്ക്, വൈറ്റ് താടിയും മീശയാണ് നമുക്ക് ആകർഷിച്ചത്. അങ്ങനെ വന്ന് നമ്മൾ ചോദിച്ചേ, അന്ന് ആ ഒരു ഓട്ടോ യൂണിഫോം ലുക്കിലായിരുന്നു. അപ്പൊ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആള് ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും ഇങ്ങനെ ചെറിയൊരു മടിയാണ്, എന്നാൽ പോലും ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ അതേ ഇപ്പൊ നമ്മള് ആളോട് പറഞ്ഞായിരുന്നു നമുക്കൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് നമ്മള് തൃപ്പൂണിത്തുറയുള്ള ലാവണ്യ ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ട് നമ്മള് ഈ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ്. ചേട്ടന് ആദ്യം മടി ഉണ്ടായിരുന്നു, അതായത് പെട്ടെന്നല്ല ഒരാള് വന്ന് ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നല്ല ചമ്മൽ ഉണ്ടായിരുന്നു. പിന്നെ ചമ്മൽ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് മനു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് കിളി പോയി. ഫോട്ടോ എടുക്കട്ടെന്ന് വെച്ചാൽ നോർമലി വെറുതെ ഒരു ഫോട്ടോ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവോ? ഇല്ല, ഇങ്ങനെ കാര്യം ചോദിച്ചിട്ടാണ് മനു എന്ന് പറഞ്ഞത് എടുക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യമേ കേട്ടപ്പോ ആദ്യം കിളി പോലെ ആയി, പിന്നീട് ഞാൻ സമ്മതിച്ച് അങ്ങനെ എടുത്തു. പക്ഷെ ഇത്ര വൈറലാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര വൈറലായിരുന്നു ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. മാസ് ലുക്കൊക്കെ നിങ്ങൾ കാണണം അല്ലെ? ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? വീട്ടുകാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്. പിന്നെ അമ്മനെയൊക്കെ അറിയാലോ, അമ്മമാരങ്ങനെയാണല്ലോ. അമ്മമാര് മക്കള് ഇവിടെ എന്തെങ്കിലും കുർത്തൊക്കെ കാണിച്ചാൽ ഇതാക്കുന്ന പോലെയാണ്. അമ്മമാര് പഴയ ഒരു ഇതായതുകൊണ്ട്. എന്നാലും അമ്മയെന്ന് വെച്ചാൽ നമ്മളോട് ഭയങ്കര കാര്യമാണ്. പിന്നെ എന്റെ അമ്മായിമ്മയിലും ശരി മുമ്പ് പറയായിരുന്നു, എടാ താടിയും മുടി കൊണ്ട് വെട്ടിക്കളാന്നൊക്കെ പറയായിരുന്നു. പക്ഷെ എന്നാലും അമ്മായിമ്മ ഇപ്പൊ ഒരു കുഴപ്പമില്ല, അമ്മായിമ്മ സ്നേഹമുണ്ട്. ആ രണ്ടും ഓക്കെ. വൈഫ് നല്ല ഇത് തന്നെ പറയണത്. വൈഫ് ആദ്യം പറയുമായിരുന്നു ഇങ്ങനെ താടിയും മുടി വെട്ടി ഇതായിട്ട് നടക്കാനൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, എന്നാലും ഇടക്കൊക്കെ വൈഫ് പറയും ഇങ്ങനെ താടി വെട്ട് മുടി വെട്ടെന്നൊക്കെ പറയും. അല്ലാണ്ട് ഇത് വെട്ടിയിട്ട് ആര് കാണാനാണ്? ആരും നമ്മളെ നോക്കിയൊന്നുമില്ല. അങ്ങനെയല്ല, വൈഫ് പറയും നമ്മിങ്ങനെ നടന്നിട്ടും കാര്യമൊന്നുമില്ല, നമ്മ മര്യാദക്കുള്ള പോലെ നടന്നാലും നോക്കുന്നൊക്കെ വൈഫ് ഇങ്ങനെ പറയാറുണ്ട്. സാധാരണ അമ്മമാരൊക്കെ പറയില്ലേ മുടി വെട്ടിക്കളാ താടി വെട്ടിക്കളാ? എന്റെ അമ്മയൊക്കെ പറയും. എന്റെ അമ്മോ പറയൂലെന്നാ എന്റെ അമ്മ പറയാറുണ്ട്. ഇനിയിപ്പൊ ഈ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ഈ ലുക്കിൽ പറഞ്ഞത് പുറത്തുള്ളവരെ ഉള്ളു പറഞ്ഞ ഇപ്പൊ നിന്റെ ഒരു ഐഡന്റിറ്റിയാണ് ഈ ലുക്ക് എന്നാണ് പറയുന്നത്. നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട് ഐഡന്റിറ്റി. ഇപ്പൊ നമ്മളെ ഈ ലുക്കിലാവുമ്പോ നമ്മളെ എല്ലാവർക്കും പെട്ടെന്ന് അറിയാം. ഈ ലുക്ക് ഇവിടെ ആർക്കും മനസ്സിലാവൂല. അതെ. ചേട്ടനെ പറ്റിയുള്ള എന്താണ് ഇതെന്തായിരുന്നു? ആളുകളൊക്കെ ചോദിച്ചിരുന്നു അത് ആരാണ്, ഇനി വേറെ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോന്നൊക്കെ ഉള്ള രീതിയിൽ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ആളെ പറ്റി ചോദിച്ചായിരുന്നു, എന്താണ് പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കമന്റ് വന്നതെന്ന് വെച്ചാല് ഒരു സിനിമയിൽ നല്ലൊരു അവസരം കേട്ടോ, വില്ലൻ സുന്ദരനായ വില്ലൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റുകൾ വന്നായിരുന്നു. പിന്നെ ഇതുവഴി താടിക്കാരന്റെ ഈ ഷൂട്ട് കണ്ടപ്പോ ഒത്തിരി താടിക്കാര് അങ്ങനെ നല്ല അഭിപ്രായമായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ഇത്രയും വൈറലാവുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ചേട്ടൻ ഇങ്ങനെ വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ? ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഞാൻ എന്റെ വീട്ടിലുള്ള ആൾക്കാരായിരുന്നു, മെയിൻ ആയിട്ട് എന്റെ അച്ഛനായിരുന്നു ഞാൻ കൂടുതൽ മോഡലായിക്കുന്നത്. അച്ഛൻ വെച്ചിട്ട് ഒത്തിരി ഇങ്ങനെ ഷൂട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ കാലശേഷം ഞാൻ പിന്നെ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇടയ്ക്ക് ചെയ്യും ഇതേപോലെ ഓരോരുത്തരെ ചെയ്യും. പക്ഷെ അങ്ങനെ നമ്മൾ കണ്ടപ്പോ ഒരു ലുക്ക് തോന്നി അങ്ങനെ ചെയ്താണ്. നമ്മുടെ കൊച്ചി മച്ചാനാണ് ഞാനിപ്പോ വിളിക്കുന്നത്. കൊച്ചി മച്ചാനാണല്ലേ? ആളുകളൊക്കെ ഇപ്പൊ ഇവിടെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഈ ഓട്ടോ പരിസരത്തുള്ള ആളുകളൊക്കെ, അവരൊക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞത് ഇത് ആ ചേട്ടനല്ലേ ഈ ചേട്ടൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പൊതുവെ ഞാൻ അവിടെ പോയാലും എന്നാ ചേട്ടനെല്ലാം വീഡിയോ എടുത്തിട്ട് ചോദിക്കും നമ്മുടെ അധികം എന്ന് പറയുമ്പോൾ കൊള്ളായിരുന്നു. ചിലവര് നോക്കിച്ചിരിക്കും, ചിലവര് കൈ നോക്കി കാണിക്കും. കുഴപ്പമില്ല. കുട്ടികളൊക്കെ വന്നിട്ട് എന്താ, കുട്ടികളെ നമ്മളെ പോലുള്ള ഒരു ഇതിനെ കണ്ടും ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കുമല്ലോ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കാര്യത്തിൽ വന്ന് വരും പറ. അല്ല കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരന്റെ
കൊച്ചി എന്നെ വിളിക്കണം പപ്പാജിന്ന് വിളിക്കണം ആണോ? പപ്പാജിന്ന് വിളിക്കും. അങ്ങനെ ഒന്നുമില്ല, എല്ലാ പിള്ളേർക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ ചേട്ടൻ നേരിട്ട് എന്തെങ്കിലും സിനിമയിലെ അവസരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നേരത്തെയോ ഇപ്പോഴോ അങ്ങനെ എന്തെങ്കിലും വന്നോ? ഇല്ലില്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൈജിയില് ഒരു ചെറിയൊരു സീനില് ഞാൻ അഭിനയിച്ചു. അവര് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് 2 നേരം വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. അന്ന് എടുത്തില്ല, ഇന്നാണ് ഇങ്ങനെ വൈറലാവാനല്ലോ. വേൾഡ് കപ്പില്ല സമയത്തായിരുന്നു മൈജില ഒരു ചെറിയൊരു ഇതിനായിരുന്നു ഫോട്ടോ ചെയ്യുന്നെടുത്ത്. ശരി. എത്ര വർഷമായി ചേട്ടന് ഓട്ടോ ആ ഒരു ഫീൽഡില്? ഓട്ടോ ഫീൽഡിൽ വന്നിട്ട് ഞാനിപ്പോ 2015 ഓട്ടോ ഫീൽഡിൽ വന്നതാണ്. അതിന് മുമ്പ് എനിക്ക് വുഡ് പോളിഷിംഗ് എന്ന വർക്ക്. അപ്പൊ അതിന് ശേഷം ഈ 2013 താടിമുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. അജിത്തിനോട് കുറച്ചൊക്കെ ഇതുണ്ട്. അതോ ശരി. അപ്പൊ എന്താണ് ഇപ്പൊ ഇനിയിപ്പോ സിനിമയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവസരമൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റുമെന്നല്ലോ. അതെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ക്യാരക്ടറോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലേ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്ത് റോൾ കിട്ടിയാലും റോള് തന്നെയല്ലേ. ഇഷ്ടമുള്ള റോള് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നടനാരാ? ഇഷ്ടമുള്ള അതങ്ങനെ എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്, എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെ അഭിനയം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, അല്ലാതെ നമ്മ ഇന്നാൾ ഇഷ്ടമെന്ന് അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ചേട്ടന്റെ ഇനി വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വർക്ക് കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു മേക്ക് ഓവർ കണ്ടിട്ട് തന്നെ നല്ലൊരു അഭിപ്രായമായിരുന്നു. അതുപോലെ വർക്കിനാണ് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇതേപോലെ ചിലർ ചേട്ടാ എന്നെ അതുപോലെയൊക്കെ ഒന്ന് വൈറലാക്കി തരുമെന്ന് വെച്ചാൽ ആൾക്കാർ വൈറലാക്കുന്ന ആളാണ് ഇത്. ഫോട്ടോ ഇപ്പം ഒരുപാട് മോഡൽസിന്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്ക്, എല്ലാം ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യാ, ഭയങ്കര വൈറലായിട്ട് ഇതുപോലെ പോയിട്ടുള്ള വേറെ ഏതെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ? വർക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഷെയർ മാത്രം ചെയ്തത്. ഫസ്റ്റ് ടൈം 1 ലക്ഷം പേരാണ് ഷെയർ ചെയ്തത്. ഷെയർ ചെയ്തത്. അപ്പൊ അങ്ങനെ പിന്നെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതാണ് കുറച്ചും കൂടി ഒരു ബൂസ്റ്റപ്പ് കിട്ടിയത്. ഓക്കെ. ചേട്ടന് ഇനി എന്തെങ്കിലും മോഡലിംഗ് ഫീൽഡിലേക്കൊക്കെ എന്തെങ്കിലും റെഡിയാക്കാനായിട്ടുള്ള പ്ലാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? റാമ്പ് ഒക്കെ അത് പഠിക്കാന്നല്ലേ ഉള്ളൂ, എനിക്കും അറിയാൻ പാടില്ല. പഠിക്കുവാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചായിരുന്നു. ചെയ്യുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ട്. അപ്പൊ ചേട്ടന് ഇനിയിപ്പം പുതിയതായിട്ട് ഫ്യൂച്ചറിലൊക്കെ ഒരു പേജ് ഒക്കെ തുടങ്ങി അതിവിടെ ഒരു മോഡലിംഗ് ആ ഒരു രംഗത്തേക്കൊക്കെ ചൂടുവെക്കാനുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് അല്ലേ? വിളിക്കണമെങ്കിൽ ആ ചേട്ടാ അല്ലേ? അല്ല, നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വൈറലാകും. അതുപോലെ നിങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും നമ്മൾ കാണാറുണ്ട് മാർഫിക്സ് മീഡിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പോ നമുക്ക് ഒത്തിരി സന്തോഷം. ഒരുപാട് മീഡിയസിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മുടെ മച്ചാന് കൊച്ചി മച്ചാന് നല്ലൊരു ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇനി ഇപ്പൊ ചേട്ടന് ആരെങ്കിലും ഒരു ഇഷ്ടമായിട്ട് ഭയങ്കരമായിട്ട് കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം പണിപ്പള്ളി എന്നാണ്, പുളിമുട്ടിൽ പറമ്പ്. എന്റെ വീട് ചുള്ളിക്കലാണ്, എന്റെ കൂട്ടുകാർ മൊത്തം ചക്കാമടത്താണ് ഉള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും ക്രഷാന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഇഷ്ടമാണ് ചേട്ടാ അങ്ങനെയൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. പറയുന്നില്ല. ആരും വന്നിട്ടില്ല, പേടിക്കണ്ട. അപ്പൊ ഇനി ഭാവിയിൽ വരട്ടെ. വീട്ടിലുണ്ട്, അത് മതി. മതി. ഞാൻ അധികം ആശംസിക്കുന്നില്ല, ഇവിടെ നിന്ന മിക്കവാറും ഞാൻ തല്ലും കൊണ്ട്. അപ്പൊ ചേട്ടാ ഒരുപാട് താങ്ക് യു. ഇനി അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇനി ഇത് വിടരുത് കേട്ടോ, ഞാൻ പേഴ്സണലി പറയാണ്, ഇതൊരിക്കലും വിടരുത്. ഒരു ഇൻസ്റ്റാ പേജ് ഒക്കെ തുടങ്ങി ഒന്ന് കത്തി കേറി. അതല്ല കൈ വിട്ടോ, ഞാൻ പറഞ്ഞ ഈ ഫീൽഡ്. അപ്പൊ ഓക്കെ, താങ്ക് യു. ശരി.